കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു സവിശേഷ സ്ഥാനമുണ്ട്. എന്നാൽ ഇവിടുത്തെ മലയോര കർഷകർ ഒരുമിച്ചപ്പോൾ പിറന്നത് കേവലം ഒരു ഉൽപ്പന്നമല്ല, മറിച്ച് തുഷാര ഹണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ്. സർക്കാർ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം ലഭിച്ച ഈ ഫാമേഴ്സ് സൊസൈറ്റി ഇന്ന് ഒരു നാടിന്റെ തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞു. കർഷകരുടെ കൂട്ടായ്മയിലൂടെ ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. 20 കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച പ്രോസസ്സിംഗ് യൂണിറ്റും വിൽപ്പനശാലയും ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകർക്ക് അർഹമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നതാണ് ഈ ഫാമേഴ്സ് ഫോറത്തിന്റെ പ്രധാന ലക്ഷ്യം. ഗുണമേന്മയുള്ള ഉൽപ്പന്നം സർക്കാർ മേൽനോട്ടത്തോടെ ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടാകുന്നു. ഞങ്ങൾക്ക് കക്കാട്, കണ്ണോത്ത്, കോടഞ്ചേരി, ഈങ്ങാപ്പുഴ, തിരുവമ്പാടി എല്ലാ ഭാഗത്തോടെയും ഞങ്ങളുടെ കർഷകരുടെ പെട്ടിയുണ്ട്. ഏകദേശം എല്ലാവർക്കും കൂടി ഒരു 3000-ഓളം പെട്ടിയുണ്ട്. ഇപ്പോൾ സീസണിൽ ഞങ്ങൾ കൃത്യം 8-ാം ദിവസമാണ് തേൻ എടുക്കുന്നത്. അപ്പോഴേക്കും അത് സീൽ ചെയ്തിരിക്കും. സീൽ ചെയ്ത തേൻ മാത്രമാണ് ഞങ്ങൾ എടുക്കാറുള്ളൂ. സീൽ ചെയ്യാത്ത തേൻ എടുത്താൽ അതിന് കൊഴുപ്പ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സീൽ ചെയ്ത തേനാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് കൊണ്ടുപോയി എടുത്ത തേന് ഞങ്ങളുടെ മിഷനറിയിൽ പ്രോസസ്സ് ചെയ്ത് കുപ്പിയിലാക്കിയാണ് ഞങ്ങൾ വിൽക്കുന്നത്. നല്ല തേൻ മാത്രമാണ് ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾ കർഷകരുടെ തേൻ, ഞങ്ങളുടെ തേൻ മാത്രമേ എടുക്കുന്നുള്ളൂ, പുറമേ ഉള്ളവരുടെ തേൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തോടെ ഈ തേൻ വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് മാന്യമായ പ്രതിഫലം കൊടുക്കാനും കഴിയുന്നുണ്ട്. സാധാരണ ഞങ്ങൾക്ക് നേരത്തെ ഈ റേറ്റൊന്നും കിട്ടിയിരുന്നില്ല. 10, 130 അല്ലെങ്കിൽ 120 രൂപയ്ക്കായിരുന്നു ഞങ്ങളുടെ തേൻ വാങ്ങുന്നത്. അത് 500 മുതൽ 700 രൂപയ്ക്ക് വരെയായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളുടെ കൃഷിക്കാരുടെ തേൻ 200ഓളം രൂപയ്ക്ക് എടുക്കുകയും 350, പിന്നെ അതിന് 350-400 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പൈസ ഞങ്ങൾക്ക് അന്ന് ആദ്യമേ തന്നെ പൈസ കൂടുതൽ കിട്ടുന്നു. രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ, സൊസൈറ്റിയുടെ കിട്ടുന്ന പൈസ ഞങ്ങൾ പിന്നെ ബോണസായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കഴിച്ചുള്ള പൈസ ഞങ്ങൾ ഇതിനു വേണ്ടിയിലേക്ക് തന്നെ തിരിച്ച് മുടക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിലെ കർഷകരുടെ ദീർഘകാല സ്വപ്നമായിരുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്ന ഒരു സംവിധാനം. സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ ഫാമേഴ്സ് സൊസൈറ്റിയുടെ ഉദയം തേൻ ഉൽപ്പാദന മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. വ്യക്തിഗതമായ കൃഷിരീതികളിൽ നിന്നു മാറി ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കുന്നതിലൂടെ ഗുണമേന്മയുള്ള തുഷാരഹണി വിപണിയിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. പരമ്പരാഗതമായ രീതികളിൽ നിന്നു മാറി അത്യാധുനികമായ സംസ്കരണ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഗോൾഡൻ ഗ്രീൻസ് എന്ന ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഹണി ഫാർമർ സൊസൈറ്റിയാണ് തുഷാര ഹണി ഫാർമർ സൊസൈറ്റി. നിലവിൽ ഇതിൽ 20 ഫാമേഴ്സ് ഉണ്ട്. എല്ലാവരും തേനീച്ച കർഷകരാണ്. സ്വന്തമായ കൃഷിയിടങ്ങളിലും മറ്റും തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരാണ്. അപ്പോൾ ഇവർക്കൊരു നമ്മൾ ഒരുപാട് തേനീച്ച കൃഷി ഇവിടെ ഉണ്ട്. നിലവിൽ
പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള കർഷകരെ എല്ലാം ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഓർഗനൈസേഷനാണിത്. ഇവിടെ നമ്മൾ തേൻ സംസ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. 50 കിലോയിൽ അധികം തേൻ നമുക്ക് ഒരു ദിവസം ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നു. ഇതിന് നമ്മൾ സപ്പോർട്ടായിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ യൂണിറ്റിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. തേനിൻ്റെ സ്വാഭാവികമായ ഔഷധ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനായി കൃത്യമായ താപനിലയിൽ മാത്രമേ പ്രോസസ്സിംഗ് നടത്തുന്നുള്ളൂ. ഓരോ ബാച്ചും ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കുപ്പികളിലാക്കുന്നത്. സർക്കാർ മേൽനോട്ടത്തോടെ പുറത്തിറങ്ങുന്ന തുഷാര ഹണിക്ക് വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മായമില്ലാത്ത ശുദ്ധമായ തേൻ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ ഗുണകരമാകുന്നു. കോഴിക്കോട് ജില്ലയുടെ ഈ കാർഷിക മാതൃക ഇന്ന് കേരളത്തിലുടനീളം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. പശ്ചിമഘട്ടത്തിലെ വനമേഖലകളിൽ നിന്ന് ലഭിക്കുന്ന അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ പൂമ്പൊടി അടങ്ങിയ തേനിന് വിപണി മൂല്യം ഏറെയാണ്. സമീപത്തുള്ള വനമേഖലകളിലും ഈ കർഷകർ തേനീച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് 200ഓളം പെട്ടികളുണ്ട്. വനമേഖലയിലാണ് എൻ്റെ പെട്ടികളെല്ലാം വെച്ചിട്ടുള്ളത്. ഈ സീസണിൽ തേൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വനപ്രദേശങ്ങളിൽ നിന്ന് തേൻ സംഭരിക്കാൻ കഴിയുന്നത്. നല്ല രീതിയിൽ തന്നെ തേൻ കിട്ടും. നല്ല ഗുണമേന്മയുള്ള തേനായിരിക്കും ഉണ്ടാകുക. അത് പ്രത്യേക മണവും ഗുണവും എല്ലാം ഉണ്ടാകും. ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ പ്രധാനം വിശ്വാസ്യത തന്നെയാണ്. മായമില്ലാത്ത ശുദ്ധമായ തേൻ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്നു. കേവലം ഒരു വിപണന സംരംഭത്തിനപ്പുറം മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ ആത്മവിശ്വാസമാണ് തുഷാര ഹണി. കോഴിക്കോട് ജില്ലയിലെ ഈ കൊച്ചു കൂട്ടായ്മ ഇന്ന് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. പ്രകൃതിയുടെ ശുദ്ധിയും കർഷകന്റെ സത്യസന്ധതയും ഒത്തുചേരുമ്പോൾ അവിടെ വിജയം സുനിശ്ചിതമാകുന്നു. തേനിന്റെ ഗുണമേന്മയും ഔഷധ ഗുണവും നിലനിർത്താൻ ശാസ്ത്രീയമായ സംസ്കരണം അനിവാര്യമാണ്. അടകൾ മുറിക്കാതെ ഹണി എക്സ്ട്രാക്ടർ എന്ന യന്ത്രം ഉപയോഗിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി തേൻ വേർതിരിക്കുന്നു. അടകൾ കേടാവാത്തതിനാൽ വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കുന്നു. വേർതിരിച്ചെടുത്ത തേനിൽ കാണുന്ന മെഴുകിന്റെ കഷ്ണങ്ങളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ നൈലോൺ വലകളോ അരിപ്പകളോ ഉപയോഗിച്ച് അരിക്കൽ അഥവാ ഫിൽട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് കർഷകർ സൊസൈറ്റിയിലേക്ക് തേൻ എത്തിക്കുന്നത്. ഒരു പ്രദേശത്ത് ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ പൂക്കൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കി തേനീച്ചപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു സീസണിൽ നമുക്ക് ഒരു 6 പ്രാവശ്യമായിരിക്കും പരമാവധി തേൻ എടുക്കാൻ പറ്റുക. അതൊരു 6 ദിവസം 7 ദിവസം ഇടവിട്ടാണ് എടുക്കുന്നത്. അത് ആ ഒരു സീസണിൽ മാത്രമേ കിട്ടൂ. ഇപ്പോൾ ഒരു പെട്ടിയിൽ നിന്ന് ഒരു 2 സൂപ്പറോ 3 സൂപ്പറോ വെച്ചതാണെങ്കിൽ ഒരു 8 കിലോ 7 കിലോ തേൻ വീതം കിട്ടും ഒരേ എടുക്കുന്നു. അങ്ങനെ 5 പ്രാവശ്യമെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ കർഷകന് മുതലിൽ കൂടുതൽ വരുമാനം കിട്ടും. 3 പ്രാവശ്യമെങ്കിലും എടുത്താലേ നമ്മുടെ മുതലാവുള്ളൂ. അതിനുശേഷം പിന്നെ കിട്ടുന്ന ലാഭമായിട്ട് വരും. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് വിലയില്ലായിരുന്നു. ഇപ്പോൾ നമുക്കതിനുള്ള ന്യായമായ വില കിട്ടുന്നുണ്ട്. കർഷകരുടെ ക്ഷേമം മുൻനിർത്തി രൂപീകരിച്ച ഈ കൂട്ടായ്മ ഉൽപ്പാദനത്തിലും വിപണനത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്നു. കോഴിക്കോട് ജില്ലയിൽ സർക്കാർ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വലിയ സംരംഭങ്ങളിലൊന്നായി ഇത് മാറിയത് കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ടുകൂടിയാണ്.
കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട തുഷാര ഹണി ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സുപ്രധാന ഫാമേഴ്സ് സൊസൈറ്റികളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. പാരമ്പര്യമായി തേൻ ശേഖരിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായ സംസ്കരണ രീതികളാണ് ഇവിടെ പിന്തുടരുന്നത്. തേനിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ, എൻസൈമുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ വിപണിയിൽ എത്തിക്കാൻ ഈ സൊസൈറ്റിക്ക് സാധിക്കുന്നു. ഇത് തുടങ്ങിയിട്ട് 2 വർഷമായി. ഞങ്ങൾക്കുള്ള പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഈ കാണുന്നത്. ഇതിലൊരു സമയം ഞങ്ങൾക്ക് 70 കിലോ അല്ലെങ്കിൽ 80 കിലോയുടെ ഇടയ്ക്ക് തേനാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. ഒരു ദിവസം 2 കിൻഡൽ തേൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഞങ്ങൾ ജിഞ്ചർ ഹണി, കാന്താരി അല്ലെങ്കിൽ ഗാർലിക്ക് ഇങ്ങനെയുള്ള തേനുകളെല്ലാം പ്രോസസ്സ് ചെയ്തിട്ടാണ് കുപ്പി നിറച്ച് പുറത്തേക്ക് വിടുന്നത്. ഈ അടുത്ത് ഈ തേൻ കർഷകന് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പെട്ടി മുതൽ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് കർഷകർക്ക് തന്നെ കൊടുക്കുന്നു. ഇതിൽ ഇപ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിന് ജലാംശം കറക്റ്റായിട്ട് ചെയ്ത് ഇതിന് ഗുണം ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് ഞങ്ങൾ ഈ തേൻ കുപ്പി നിറച്ച് ഞങ്ങൾക്ക് കേരള ബ്രാൻഡ് കിട്ടിയ തുഷാര ഹണി ഫാർമേഴ്സ് സൊസൈറ്റി എന്നുള്ള പേരിലാണ് ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നത്. നോർമൽ ഹണിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ രീതിയിൽ നല്ല കൃത്യമായ നല്ല രീതിയിലുള്ള തേൻ മാത്രമേ പുറത്ത് കൊടുക്കാറുള്ളൂ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. എവിടെ എന്ത് കംപ്ലയിൻറ്റും ഞങ്ങൾ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്ത് കംപ്ലയിൻറ്റും അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ള ആ രീതിയിൽ ഞങ്ങൾ കൊടുക്കണം. കാരണം ഞങ്ങൾ കൃഷിക്കാർക്ക് മാന്യമായ വില കിട്ടാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇങ്ങനൊരു സംഘം രൂപീകരിക്കുകയും അതിൻ്റെ അനുബന്ധമായിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കർഷകരുടെ തേന് മാന്യമായ ഒരു വില ലഭിക്കുന്നുണ്ട്. തേനീച്ച വളർത്തലിൽ താൽപ്പര്യമുള്ളവർക്ക് ശാസ്ത്രീയമായ പരിശീലനവും സാങ്കേതിക സഹായവും ഈ സംഘടന നൽകുന്നുണ്ട്. തേൻ സംസ്കരണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. തേൻ ശേഖരണം കഴിഞ്ഞാൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന തേൻ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ആദ്യം ലാബ് പരിശോധനയ്ക്ക് ശേഷം തേനിൻ്റെ സാന്ദ്രത, ജലാംശം, HMF അളവ് എന്നിവ പരിശോധിക്കുന്നു. സാധാരണയായി തേനിൽ 18% മുതൽ 20% വരെ മാത്രമേ ജലാംശം പാടുള്ളൂ. തേനീച്ചയുടെ ചിറകുകൾ, മെഴുകു കഷ്ണങ്ങൾ, മറ്റ് ബാഹ്യവസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി ഒന്നിലധികം ഘട്ടങ്ങളിലായി ഫിൽട്രേഷൻ നടത്തുന്നു. ഇതിനായി മൈക്രോ ഫിൽറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. തേനിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും ഫിൽട്രേഷൻ എളുപ്പമാക്കാനും 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ തേൻ ചൂടാക്കുന്നു. ഈ താപനില തേനിൻ്റെ പ്രകൃതിദത്തമായ എൻസൈമുകളെ നശിപ്പിക്കില്ല. തേനിൽ ജലാംശം കൂടുതലുണ്ടെങ്കിൽ അത് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ വാക്വം ഇവാപ്പറേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തേനിൻ്റെ ഗുണമേന്മ കുറയാതെ അധികമുള്ള ജലാംശം നീക്കം ചെയ്യുന്നു. സംസ്കരിച്ച തേൻ വേഗത്തിൽ തണുപ്പിക്കുന്നു. തുടർന്ന് വലിയ ടാങ്കുകളിൽ 24 മുതൽ 48 മണിക്കൂർ വരെ മാറ്റിവയ്ക്കുന്നു. ഈ സമയത്ത് തേനിലുള്ള ചെറിയ വായുകുമിളകൾ മുകളിലേക്ക് വരികയും തേൻ തെളിയുകയും ചെയ്യുന്നു. വൻതേനിനെ അപേക്ഷിച്ച് ചെറുതേനിൻ്റെ സംസ്കരണം കൂടുതൽ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ ജലാംശം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഔഷധ ഗുണം നിലനിർത്താൻ പ്രത്യേക കോൾഡ് പ്രോസസ്സിംഗ് രീതികളാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. വായു കടക്കാത്ത രീതിയിലുള്ള ഗ്ലാസ് കുപ്പികളിലോ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കുപ്പികളിലോ ആണ് പാക്ക് ചെയ്യുന്നത്. ഇത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. കോടഞ്ചേരി FPOയുടെ ഈ പ്രവർത്തന മാതൃക കർഷകർക്ക് അസംസ്കൃത ഉൽപ്പന്നത്തിന് ലഭിക്കുന്നതിനേക്കാൾ വലിയ ലാഭം മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലൂടെ നേടിക്കൊടുക്കുന്നു.
പ്രൊജക്റ്റ് അടിസ്ഥാനമാക്കി സപ്പോർട്ട് ടു FPO ഘടകത്തിൽ 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തി പ്ലാന്റ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റിംഗ് സ്കീമിൽ സപ്പോർട്ട് ടു സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിലാണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഹണിക്കോള പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ ഈ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റർ, കമ്പ്യൂട്ടർ പോലുള്ള കാര്യങ്ങൾ, ഷെൽഫ് റാക്കുള്ള കാര്യങ്ങളെല്ലാം ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ നിലവിൽ നോർമൽ ഹണിക്ക് നമ്മൾക്ക് കേരള ഗ്രോ ബ്രാൻഡിങ് ഉണ്ട്. നോർമൽ ഹണി കൂടാണ്ട് നമ്മൾ ജിഞ്ചർ ഹണി, അതുപോലെ വിവിധ സ്പൈസസിൽ നിന്നുള്ള ഹണി, കാന്താരി ഹണി, നെല്ലിക്ക ഹണി എന്നിവയെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തേനിൻ്റെ ബൈ പ്രോഡക്റ്റിൽ നിന്നുള്ള സോപ്പുകൾ, അതുപോലെ തന്നെ വാക്സ് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ക്യാൻഡിൽസ് പോലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇഞ്ചിത്തേൻ, വെളുത്തുള്ളിത്തേൻ, മാതളത്തേൻ തുടങ്ങി തേനിൻ്റെ വിവിധ രുചിഭേദങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇഞ്ചി ചതച്ച് കിഴികെട്ടി തേനിൽ 41 ദിവസം സൂക്ഷിച്ചതിന് ശേഷം പ്രോസസ്സിംഗ് ചെയ്താണ് ഇഞ്ചിത്തേൻ നിർമ്മിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി കുറഞ്ഞ വിലയിൽ തേൻ നെല്ലിക്കയും ഹണിക്കോളയും വിൽപ്പനയിലുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ കർഷകരുടെ കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട തുഷാര ഹണി ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. വിഷരഹിതമായ ആഹാരശീലങ്ങളിലേക്ക് കേരളം മടങ്ങുമ്പോൾ തുഷാര ഹണി പോലെയുള്ള സംരംഭങ്ങൾ വരും തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. കർഷകന്റെ വിയർപ്പിന് മൂല്യം നൽകുന്ന ഈ കൂട്ടായ്മ നാളെയുടെ പ്രതീക്ഷയാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471273187. ഇമെയിൽ ddkrishitvm@gmail.com.